വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതാജി നായരെ സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസീൽദാർ അറസ്റ്റിലായി. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസീൽദാർ എ പവിത്രനെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ താലൂക്ക് ഓഫീസിലെത്തിയാണ് വെള്ളരിക്കുണ്ട് പോലീസ് പവിത്രനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഹോസ്ദുർഗ് പോലീസിന് പ്രതിയെ കൈമാറി. NSS കാഞ്ഞങ്ങാട് താലൂക്ക് യൂണിയൻ നൽകിയ പരാതിയിൽ ഇയാൾക്കെതിരെ കേസെടുത്തു. കാസർഗോഡ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഞങ്ങളുടെ NSSന്റെ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ നായരാണ് എന്നെ ആദ്യമായി ഇത് വിളിച്ച് പറയുന്നത്. ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ട്, അദ്ദേഹം കോടതി സംബന്ധമായി അദ്ദേഹം തിരക്കിലായതുകൊണ്ട് ആണ് അദ്ദേഹം എന്നോട് വിളിച്ചു പറയുന്നത്. പ്രത്യേകിച്ച് കാഞ്ഞങ്ങാടാണ് ഇത് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട്. ഞാൻ ഹോസ്ദുർഗ് താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റാണ്. പോലീസ് നടത്തിയ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചാണ് പവിത്രൻ എന്ന ജോലിക്കെത്തിയതെന്നും തെളിഞ്ഞിട്ടുണ്ട്. ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകി. സംഭവത്തിൽ പ്രതിഷേധിച്ച് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലേക്കും പവിത്രന്റെ കാഞ്ഞങ്ങാട്ടെ വീട്ടിലേക്കും BJP മാർച്ച് നടത്തി. പവിത്രനെതിരെ കൂടുതൽ നടപടി ആവശ്യപ്പെട്ട് വനിതാ ലീഗും ജനാധിപത്യ മഹിളാ അസോസിയേഷനും പ്രതിഷേധവുമായി രംഗത്തെത്തി. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.